ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ഗിന്നിന് മനസ്സിലായി കാണും സത്യത്തിൽ സിയോങ് ഒരു ഷാമനാണെന്ന്. കൂടാതെ അവളെക്കുറിച്ചുള്ള സത്യം അറിഞ്ഞുകൊണ്ട് മാത്രമല്ല അവൻ ഷോക്കായ, ഇപ്പം അവളുടെ കൂടെ ഡാൻസ് കളിക്കുന്ന ഇവനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന ഷാമനാന്ന് അറിഞ്ഞ ഉടനെ അവൻ അതിനേക്കാളും നല്ല ദേഷ്യത്തിലായി. കാരണം ഇവ രണ്ടിനും കൂട്ടാളിയാണെന്ന് അവൻ തെറ്റിരിച്ചേക്കുന്നത്. അങ്ങനെ ആ ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പം ഇവളെക്കുറിച്ചുള്ള എല്ലാ സംഭവങ്ങളും ഓർത്ത് വെക്കും. അതോടെ അവന് പിടികിട്ടി ഒരു ഷാമനായിട്ട് ഇത്രയും ദിവസം അവനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നേന്ന്. അങ്ങനെ ആ വിഷമത്തിൽ അവൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾ അവനെ കണ്ട് സത്യം പറഞ്ഞ് അവൻ സമാനപ്പെടുത്താൻ വേണ്ടി വരും. പക്ഷെ അതേസമയം ഇവൻ വീട്ടിൽ പോകുന്ന വഴിക്ക് വെച്ചാണ് ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റേ 3 റൗഡി പയ്യന്മാരെ കാണും. അങ്ങനെ അവന്മാരും ദേഷ്യത്തിൽ ഇന്ന് പ്രതികാരം മീട്ടിട്ടുള്ള ബാക്കി കാര്യം പറഞ്ഞ് ഇവനെ തടഞ്ഞു നിർത്തുമ്പം ഗിന്നോ നമുക്ക് നാളെ അടിവെച്ചോളെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ നോക്കും. അതോടെ ഇവന്മാരും അവനെ ചവിട്ടി തറയിലാക്കിയിട്ട് നീ ഞങ്ങളെ സാറിനോട് പറഞ്ഞു കൊടുത്തതും പോരാ, ഇപ്പൊ നിനക്ക് നാളെ പ്രശ്നം തീർക്കണം. ഏതെങ്കിലും ഇവന്മാർ ചൂടാകുമ്പം അവനാണ് വിഷമിച്ചോണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ എല്ലാരും കൂടെ എന്നെ കളിയാക്കി ഒരു ഫൂളായിട്ട് കാണുവാണെന്നറിഞ്ഞ് അവ സിയോങ്ങി ഓർത്ത് വിഷമിച്ചോണ്ടിരിക്കുമ്പം ഇവന്മാർക്കാണ് ഇവനിങ്ങനെ സങ്കടപ്പെടുന്നിട്ട് വീണ്ടും അടിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് അവന്മാര് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അതേസമയം ഇവൾ അവൻ അന്വേഷിച്ച് അവിടേക്ക് വരുമ്പോഴാണ് കുറെ പ്രേതങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. ഇവൾക്ക് മനസ്സിലാവും ഗുന്ന് അവിടെ ഉള്ളതെന്ന്. അതുകൊണ്ട് അവൾ ചെന്ന് നോക്കുമ്പം അവൻ അവിടെ നിന്ന് വിഷമിച്ചോണ്ടിരിക്കും. അതിനേശം ഇവൾ ആ പ്രേതത്തിന്റെ അടുത്തിരുന്ന് ഇവനെ രക്ഷിക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവനും അപ്പൊ സത്യത്തിൽ നീ ഒരു ക്ഷാമം തന്നെയാണെന്നറിഞ്ഞ് അവളോട് സംസാരിക്കും. അതുകൊണ്ട് ഇവന്റെ ദുരന്തമായിട്ടുള്ള ഈ ജീവിതം കണ്ട് ഇവൾ സന്തോഷിക്കുകയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ ഇവൻ വിചാരിച്ച പോലെ ഒരു ക്ഷാമം കാരണമൊന്നല്ല ഇവന്റെ കൂടെ സംസാരിക്കുന്നതെന്ന് പറയും. കൂടാതെ ഇവനോട് ഈ സത്യം പറയാൻ നോക്കിയാലും അവൾ അതിനുള്ള കറക്റ്റ് സമയം കിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവനാണ് എല്ലാ ക്ഷാമനെ പോലെയും ഞാൻ മരിക്കാൻ പോകുന്ന ഒരാളായതുകൊണ്ട് എന്റെ അടുത്ത് ഫണ്ണണിക്കാൻ നിങ്ങൾക്കൊക്കെ സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് അവൻ മറ്റേ ക്ഷാമനെ ആലോചിച്ച് ഇപ്പൊ ഇവളെ അതേപോലെ കാണും. അങ്ങനെ മറ്റവളാണ് ഇവൻ മരിക്കാൻ പോകുന്നുണ്ട് ഇവനെ കുറെ കളിയാക്കി അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും ക്ഷാമനെ എല്ലാം അതേപോലെ കാണുന്നത്. ഇത് മനസ്സിലാക്കി അവളും ഞാൻ അങ്ങനത്തെ ക്ഷാമനില്ലെന്ന് പറഞ്ഞ് അവനെ സമാനപ്പെടുത്താൻ നോക്കിയാലും അവനാണ് ഇപ്പൊ അത് മനസ്സിലാക്കുന്ന സിറ്റുവേഷനിലല്ല. അതിനുശേഷം ഇവിടെ അവളുടെ അമ്മയാണ് മറ്റേ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിലേക്ക് ചെന്നിട്ട് ആ ഗ്രേറ്റ് ആന്റിയും കുറെ ഷാമൻസിനെ വിളിച്ചോണ്ടെന്ന് ഇപ്പൊ ആ സ്ഥലം അങ്ങ് ലോക്ക് ചെയ്യും. അതായത് മന്ത്രം പറഞ്ഞ് പടച്ചേക്കുക. ഇനി വല്ലവന്മാരെ തുറന്നാല് ആ പ്രേതത്തിന് ശക്തി കിട്ടത്തുള്ളു. അങ്ങനെ മന്ത്രമെല്ലാം പറഞ്ഞ് അവർ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ അവളുടെ അമ്മയും ഇതിനുമ്പ് അവിടേക്ക് മറ്റേ ഇംവ വന്ന കാര്യം അറിഞ്ഞ് ഒരേ അവള് സിയോങ് എല്ലാം കണ്ടുകാണെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കും. അങ്ങനെ അവളെ ഫോൺ വിളിച്ചു നോക്കുമ്പോഴാണ് അകത്ത് അവളുടെ ഫോൺ റിങ് ചെയ്യുന്ന മറ്റേ ഷാമനാണ് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അമ്മ അകത്തേക്ക് കയറി നോക്കുമ്പം അവളാണ് ഫോൺ എടുക്കാതെ അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും ഇവൾക്ക് ഇത് എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളും മറ്റേ പ്രേതമുള്ള വീട്ടിൽ വെച്ച് ഞാൻ ഷാമനാന്നുള്ള കാര്യം ഗിന്ന് കണ്ടുപിടിച്ചെന്ന് അറിയും. അതേസമയം തന്നെ വീട്ടിലേക്ക് വന്ന അവനും അവന്റെ അമ്മൂമ്മയുടെ നേർക്ക് ആ മന്ത്രം എഴുതി വെച്ചേക്കുന്നുണ്ട്. അവൻ അതൊക്കെ മായിച്ചളയാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവനെ കൊണ്ട് അത് പറ്റത്തില്ല. അപ്പോഴാണ് വീണ്ടും അവന് സിയോങ്ങിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് അവനിപ്പോ നല്ലോണം അവളോട് ദേഷ്യത്തിലാവും. ഇതേ സമയം അവൾ അവളുടെ അമ്മയോട് സംസാരിച്ചതിന് ശേഷം അവൾ റൂമിലേക്ക് വന്നിരിക്കുമ്പോഴാണ് അവസാനമായിട്ട് ഗിന്നിനോട് സംസാരിച്ച് ഓർമ്മ വരുന്നത്. അതായത് ഇനി ഒരു 5 ദിവസം മാത്രം അവളുടെ കൂടെ പഴയതുപോലെ ഫ്രണ്ട് ആയിട്ടിരിക്കാൻ. അതിനുശേഷം വേണം ഇവളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിക്കോളാൻ പറയും. കാരണം ഇനി 5 ദിവസം കൂടെ ഉള്ളു ആ പ്രേതത്തിന്റെ അടുത്ത് നിന്ന് ഇവന്റെ ജീവൻ രക്ഷിക്കാൻ. അതിനുശേഷം അവൻ ഫ്രീ ആവും. അതേസമയം ഇവളുടെ അമ്മയാണ് മറ്റേ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസ് വെച്ച് ആ ഗ്രേറ്റ് ആന്റി പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അതായത് ആ പ്രേതം 99 പേരെ ഇപ്പൊ കൊന്ന് ഇനി ഒരാളെ കൊല്ലുവാണ് ആ പ്രേതത്തിന് അവസാനത്തെ ആളിന്റെ ബോഡിയിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ അതൊരു ഷാമനായാലും അതിനെ കൊണ്ട് ആ ബോഡിയിലേക്ക് കയറാൻ പറ്റും. അതുകൊണ്ട് അതാലോചിച്ച് ഇവർ വിഷമിച്ച് ഇനി ഒരാളെ മാത്രം ആ പ്രേതം കൊല്ലാൻ നോക്കണം എന്നറിഞ്ഞ് ഇവരാലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന മറ്റേ ഷാമനാണ് സിയോങ്ങിയെ കണ്ടിട്ട് നീ ഇന്നലെ മറ്റേ എംവോ ഷാമനെ കണ്ടായിരുന്നെന്നറിഞ്ഞ് അവളുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട അവളും ഇന്നലെ ഞാൻ അവരെ കണ്ടായിരുന്നു, അവരെന്നെ ഡാൻസ് കളിക്കാൻ വിളിച്ച് ഞാൻ അവരോട് ഡാൻസ് കളിച്ചായിരുന്നു, എന്തോ പറ്റി അവർ നിങ്ങളോട് വന്ന ഷാമനല്ല എന്നിന് ഇവളും ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഇവ രണ്ടുപേരും ഷോക്കാവും. എന്തോ ബെസ്റ്റ് ആളിന്റെ കൂടെ നീ ചെന്ന് ഡാൻസ് കളിച്ച, അവൾ ഡാൻസ് കളിക്കാൻ വിളിച്ച നീ പോയി കളിക്കോ? എന്റെ അമ്മോ നിങ്ങളുടെ മോളൊരു വലിയ കാര്യം തന്നെ മോളെ. നീ വിചാരിക്കുന്ന പോലെ അവൾ ഞങ്ങളുടെ കൂടെ വന്ന ഷാമനൊന്നല്ല, അവളൊരു വൻ സാധനമാണ്. അവൾ ആ വീട്ടിലെ പ്രേതത്തിന് ശക്തി കൊടുത്തോണ്ടിരിക്കുന്ന, നീ അവളുടെ കൂടെ തന്നെ ചെന്ന് ഡാൻസ് കളിക്കണം. ഏതിന് ഇവര് അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ അതിനുശേഷം അവൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി നേരെ ഗിന്നുവിനെ കാണാൻ വേണ്ടി ചെല്ലും. പക്ഷെ അവനാണ് ഇവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ജിഹയും നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം എന്നറിഞ്ഞ് അവരെ തടഞ്ഞിർത്തി ചോദിക്കും. പക്ഷെ അവരുടെ പ്രശ്നമൊന്നുമില്ലെന്നറിഞ്ഞ് ഇവനോട് കാര്യം പറയത്തില്ല. അതുകൊണ്ട് അവനും ഇവർ തമ്മിൽ എന്തോ
ഭക്ഷണം എന്നറിഞ്ഞ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഗിന്നുവിനെ സമാധാനപ്പെടുത്താൻ വേണ്ടി സിയോങ്ങിയാണ് ഇവ രണ്ടിനും വിളിച്ചോണ്ടായിട്ട് അവള് ശ്യാമനാന്നുള്ള സത്യം ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ ജീഹോന് ഇത് മുമ്പേ തന്നെ അറിയാം. എന്നാലും ജീഹോ ഇപ്പൊ അറിയാവുന്ന പോലെ ഇവന്റെ ഫ്രണ്ടിൽ കാണിച്ച പിന്നെ അവന് ഒറ്റപ്പെട്ട അവസ്ഥയിലായി പോകും. അതുകൊണ്ട് അവനിപ്പോ കൂട്ടിന് ആരെങ്കിലും വേണമെന്ന് പറഞ്ഞ് ജീഹോ ആദ്യമായിട്ട് ഈ സത്യം കേൾക്കുന്ന പോലെ അവൻ അഭിനയിച്ചോണ്ടിരിക്കും. അങ്ങനെ നിന്റെ കൂടെ ഒരു ഫ്രണ്ടായിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത്, അല്ലാതെ ശ്യാമനായിട്ടല്ല ഞാൻ നിന്നോട് ബിഹേവ് ചെയ്യുന്നത്. അവളും കാര്യം പറഞ്ഞു കൊടുക്കുമ്പം ഗിന്നു ആണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ നീ ഫ്രണ്ട് ആവാൻ ആഗ്രഹിക്കുന്നതെന്ന് അവനും ചോദിക്കും. ഇത് കേട്ട് ജിഹോവും ഒരാളുടെ ഫ്രണ്ട് ആവാൻ എന്തെങ്കിലുമൊക്കെ റീസൺ വേണോ എന്നിന് ഇവന് ചോദിക്കുമ്പം ഷാമൻസ് അങ്ങനെ റീസൺ ഇല്ലാതെ ഫ്രണ്ട് ആവത്തില്ലെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകും. അപ്പനാണ് ജിഹോയും നിനക്ക് അവനോടങ്ങ് പറഞ്ഞാൽ പോരെ 21 ദിവസം നീ അവനെ പ്രേതത്തിന്റെ അടുത്ത് രക്ഷിക്കാൻ നോക്കുവാന്ന്, എങ്കിൽ പിന്നെ അവൻ തന്നെ നിന്നെ കുറിച്ച് മനസ്സിലാക്കും എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും അങ്ങനെയൊക്കെ പറയാണ്. പിന്നെ അവനത് കുറെ വിഷമാകത്തേ ഉള്ളു. കാരണം ഇങ്ങനത്തെ വർത്തമാനമൊക്കെ അവൻ കേട്ട് കേട്ട് വെറുത്തുപോയി കാണും. ഇനി എന്തായാലും ഒരു 5 ദിവസം കൂടെ അല്ലേ ഉള്ളു, അതുവരെ ഈ സത്യം മറച്ചു വയ്ക്കണം എന്നിന് അവൾ അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഇവർ 4 പേരും കൂടെ അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടി പോകും. കാരണം ഇവരൊക്കെ ഒരേ ഗ്രൂപ്പാ. അപ്പനാണ് പോകുന്ന വഴിക്ക് ഗിന്നു അവളോട് സംസാരിക്കത്തുണ്ട്. ഇപ്പൊ അവൾക്ക് പകരം ജീഹോ അവൻ്റെ കൂടെ കൂട്ടുകൂടിക്കൊണ്ടിരിക്കും. അതേസമയം അവനിങ്ങനെ തെറ്റിരിച്ചത് അവൾക്ക് വിഷമമുണ്ടെങ്കിലും ഇവരുടെ കൂടെ തന്നെ മറ്റേ വാവക്കുട്ടി പ്രേതമായിട്ട് കൊണ്ടുനടക്കുന്ന ആ പെങ്കൊച്ചുള്ളത്. അതുകൊണ്ട് ഇവള് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഒന്ന് പെട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളെ പ്രേതത്തിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇവർ പോകുന്ന വഴിക്ക് ഒരു ലേഡി എന്റെ കൊച്ചിനെ കാണാല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പനാണ് ഇവളെ കണ്ട ഉടനെ ഓടി അടുത്തേക്ക് ചെന്നിട്ട് എടി എന്റെ കൊച്ചിന് നീ അല്ലേടി എടുത്തോണ്ട് പോയ, എന്തിടി എന്റെ കൊച്ചി എന്നിനെ പെട്ടെന്ന് അവളിട്ട് അടിക്കാൻ തുടങ്ങും. അപ്പനാണ് ഇത് കണ്ട് സിയോങ്ങയും ബാക്കി എല്ലാരും കൂടെ അവരുടെ തടഞ്ഞു നിർത്തുന്നത്. അതിനുശേഷം ഇവരിപ്പോ ഉണ്ടാക്കിയ ബഹളത്തി ആ കൊച്ചു പ്രേതവും ഇപ്പൊ ഉറക്കത്തിൽ നെയ്നേക്കും. കാരണം ഇതുവരെ സമ്മാനത്ത് ഉറങ്ങിക്കിടന്നേ അത് ഇപ്പൊ ഉറക്കത്തിൽ നെയ്നേറ്റ് ഗിന്നുവിനെ കണ്ട ഉടനെ ഇവിടെ എനിക്ക് കുറെ പവർ കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞ് അതും ചിരിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇത് കാണുന്ന സിയോങ്ങയും പേടിച്ചിട്ട് എന്റെ അമ്മോ ഇതിനാരാടെ വിളിച്ചുണർത്തിയ എന്നിന് അവള് മൊത്തത്തിൽ പേടിച്ചുപോയി. ഇവർ അസൈൻമെന്റ് ചെയ്യുമ്പം എങ്ങനെയായിരിക്കും ഈ വാവക്കുട്ടിയെ സമ്മാനപ്പെടുത്തുന്നതെന്ന് അറിഞ്ഞ് അവള് കുറെ ചിരിപ്പിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇത് കാണുന്ന ബാക്കി എല്ലാരും കൂടെ ഇവൾക്ക് ഇത് എന്താ പറ്റിയെന്ന് അറിഞ്ഞ് അവർക്കൊന്നും പിടിയിട്ടത്തില്ല. അപ്പനാണ് ആ കൊച്ചും അവിടേക്ക് ഗിന്നു വരുന്നിട്ട് അവനെ നോക്കി പെട്ടെന്ന് കരയാൻ തുടങ്ങും. അപ്പനാണ് സിയോങ് ഓടിച്ചെന്ന് ഇനി ഈ പ്രേതം അവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഓടി ഗിന്നുവിന്റെ അടുത്തേക്ക് ചെന്ന് ടച്ച് ചെയ്യും. പക്ഷെ അതേസമയം ഇപ്പൊ അവളുടെ പവർ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ആ കൊച്ചു പ്രേതത്തിന്റെ പവർ കാരണം ഇപ്പൊ ഗിന്നുവിന്റെ കയ്യിൽ നിന്ന് ചോര വന്നോണ്ടിരിക്കും. അങ്ങനെ ഇതുകൊണ്ട് ഇവരെല്ലാരും കൂടെ ഇവൻ ഇത് എന്താ പറ്റിയെന്ന് അറിഞ്ഞിട്ട് അവരെല്ലാം കൂടെ ഒന്നുകൂടും. അതേസമയം മറ്റേ പ്രേതമുള്ള കൊച്ചും എന്റെ അസൈൻമെന്റ് എല്ലാം ചെയ്തു തീർത്തെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞ് വീട്ടിലേക്ക് പോകും. ഇത് കണ്ട് സിയോങ്ങയും പറയുമെന്ന് എങ്കിൽ പിന്നെ നീ പെട്ടെന്ന് അസൈൻമെന്റ് ചെയ്ത സ്ഥിതിക്ക് എന്നെ ഒന്ന് സഹായിക്കാന്ന് പറഞ്ഞ് അവളുടെ കൂടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അവളുടെ വീട്ടിൽ ഇപ്പൊ ആരില്ലാത്തോണ്ട് സിയോങ് ഇതായിരിക്കും നല്ല ചാൻസ് എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തിരുന്ന് ആ പ്രേതത്തിനെ അങ്ങനെ അകറ്റണം എന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇവളുടെ റൂം ഫുള്ളും കുറെ പാവക്കുട്ടി ഇങ്ങനെ വച്ചേക്കും. അങ്ങനെ അതൊക്കെ അവളുടെ കളക്ഷനാ. അങ്ങനെ അതൊക്കെ സിയോങ്ങി നോക്കുമ്പം അവിടെ ഒരു പാവക്കുട്ടിക്കകത്ത് ഈ കൊച്ചു വാവയുടെ പ്രേതവും കണക്ട് ആണെന്ന് ഇവൾ കാണാൻ സാധിക്കും. അതായത് ആ ഡോളിനകത്താണ് ഈ വാവ പ്രേതം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവളും ഈ ഡോള് മാത്രം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരാമെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അവളും പറ്റത്തില്ലെന്ന് പറയും. അപ്പനാണ് സിയോങ്ങിയും ഞാൻ നിനക്ക് എത്ര പൈസ ആണെങ്കിലും തരാം, എനിക്ക് ഇത് മാത്രം തരാമോ, നിനക്ക് ഇവിടെ കുറെ ഡോൾസ് ഇല്ലേ എന്നിട്ട് ഇവളും ചോദിക്കുമ്പം അവൾ എത്ര പൈസ എന്നാലും ഈ ഡോള് മാത്രം ഞാൻ നിനക്ക് തരത്തില്ലെന്ന് അവളും വാശി പിടിച്ചിരിക്കും. അവരാണ് ഇത് കാണുന്ന അവളും ഇനി ഒരു സെക്കൻഡ് ഇവിടെ നിന്ന് ആ വാവപ്രേതം കരഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ട് അവൾ പേടിച്ചെങ്കിൽ പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതേസമയം വീട്ടിലേക്ക് വരുന്ന ഗിന്നു ആണ് അവന്റെ കയ്യിന് മരുന്നൊക്കെ വെച്ചു കൊടുത്തിട്ട് അവൻ ആലോചിച്ച് നോക്കും ഇവനിങ്ങനെ ചോരതിന് മുമ്പേ പെട്ടെന്ന് സിയോങ് അടുത്തേക്ക് ഓടിച്ചെന്ന് ഇവനെ കയറി ടച്ച് ചെയ്ത് കാണും. അങ്ങനെ അതാലോചിക്കും അവന് മനസ്സിലാവും അവൾ ഇതിനു ഇവനെ ടച്ച് ചെയ്തേക്ക് എന്തോ മന്ത്രം ഇവനെ നേരെ യൂസ് ചെയ്തതാണെന്ന്. അതുകൊണ്ട് അവൾ സ്നേഹത്തിലല്ലേ ഇവനെ ടച്ച് ചെയ്ത് ഇത്രയും ദിവസം വെറും ഇവനെ നേരെ മന്ത്രം മാത്രമായിരിക്കും യൂസ് ചെയ്തെന്ന് അവന് മനസ്സിലാവും. അപ്പൊ ആദ്യം തൊട്ട് നീ എന്നോട് ഫ്രണ്ട് ആയിട്ടല്ലേ ബിഹേവ് ചെയ്ത്, ഒരു ശ്യാമനായിട്ട് നീ നിന്റെ പണി ചെയ്യുമായിരുന്നു എന്നിന് അവളെ കുറിച്ചുള്ള തെറ്റുകാരനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം അന്ന് രാത്രി വീട്ടിലേക്ക് വരുന്ന ഇവളാണ് മറ്റേ ശ്യാമനോട് ഇന്ന് ആ പാവക്കുട്ടിയിലുള്ള പ്രേതം ഗിനുവിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോ ഇവളെ ടച്ച് ചെയ്തിട്ടും ഇവളുടെ ദേഹത്ത് എഴുതുന്ന മന്ത്രം ഒന്നും വർക്ക് ചെയ്തില്ലെന്ന് അറിയും. അപ്പരാണ് ഇത് കേട്ട് ശ്യാമനും മോളെ അങ്ങനെ മന്ത്രം ഒന്നും വർക്ക് ചെയ്യാതിരിക്കത്തില്ല, നീ പേപ്പർ എഴുതിയ മന്ത്രമായാലും അല്ലെ നിന്റെ ദേഹത്ത് എഴുതിയ മന്ത്രമായാലും എല്ലാത്തിനും ഒരേ പവർ ഒക്കെയാ, നീ ഒന്ന് ആലോചിച്ച് നോക്ക് എപ്പോഴാ നിന്റെ പവർ വർക്ക് ചെയ്യാതെ പോയെന്ന് എന്നിന് അയാൾ ആലോചിച്ച് നോക്കാൻ പറയുമ്പം ഇവൾ ഓർത്ത് നോക്കും ഇവള് ശ്യാമനാന്നുള്ള സത്യം അറിഞ്ഞതിന് ശേഷം ഇവൾ ഗിന്നിനെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ അവളുടെ ആ മന്ത്രം വർക്ക് ചെയ്യാത്തേന്ന്. അതായത് അവൻ ഇവളോട് വെറുപ്പുണ്ടെങ്കിൽ ആ മന്ത്രം ഒന്നും വർക്ക് ചെയ്യത്തില്ല. അതിനുശേഷം അടുത്ത ദിവസം ഇവർ ഇന്നലെ തൊട്ട് ആ കൊച്ചു പ്രായത്തിന് ഉണർത്തിയോണ്ട് അതും ക്ലാസ്സിൽ വെച്ച് ഉറങ്ങാതെ അവിടെ നിന്ന് നിലവിളിച്ചോണ്ടിരിക്കും. അപ്പരാണ് അവിടെ ഗിന്നു ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇവന്റെ കയ്യിൽ നിന്ന് ചോര വീണ്ടും പുറത്തേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ ഇത് കാണുന്ന സിയോങ്ങാണ് പേടിച്ചിരിക്കുമ്പം അവന് സാറിനോട് ഞാൻ നഴ്സിനെ ഒന്ന് കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകും. ഇതേസമയം ഇതൊക്കെ നഴ്സിനെ കണ്ട തീരുന്ന പ്രശ്നമല്ലെന്ന് ഇവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവൾ ആ പ്രയത്തിന് നോക്കുമ്പം ആ കൊച്ചു വാവക്കുട്ടി അവിടെ ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ഈ പ്രയത്തിന് എങ്ങനെ കൊഴിച്ചേ പറ്റത്തുള്ളൂ എന്നറിഞ്ഞ് ഇവളും തീരുമാനം എടുക്കും. അങ്ങനെ ലൈബ്രറി വെച്ച് ഇവർ അസൈൻമെന്റ് ചെയ്യുമ്പം ആ പ്രേതം ഇവനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവൾ വീണ്ടും ആ മന്ത്രം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ ചെന്ന് ടച്ച്
ടച്ച് ചെയ്ത് നോക്കും. അപ്പനാണ് ഇത് മനസ്സിലാക്കുന്ന അവനും നിനക്കിപ്പോൾ എന്തോ എൻ്റെ അടുത്ത് മന്ത്രം യൂസ് ആണെന്ന് പറഞ്ഞ് ഈ ഹഗ് മതിയാന്ന് അവളെ ഹഗ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അവള് ഷോക്കായിരിക്കുമ്പം പെട്ടെന്ന് ആ പ്രേതവും അവിടെ നിന്ന് കരഞ്ഞുടനെ ആ ബുക്സ് എല്ലാം ഇവർക്ക് നേർക്കങ്ങ് വീഴും. ഇത് കാണുന്ന ഗിന്നും ഇവൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ആ ഫ്രണ്ടിലേക്ക് ചെന്നങ്ങ് പെടും. അതിനുശേഷം ഇവനും തലയടിച്ച് തറ വീഴുന്നുണ്ട്. എല്ലാരും കൂടെ ഇവന് ഹോസ്പിറ്റലിലാക്കും. അപ്പനാണ് ഇത് കാണുന്ന ജീഹവും ഇവൾക്കൊന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞ് അവന്റെ തോളെ കാണിച്ചു കൊടുക്കും. അതേസമയം അവിടേക്കാണ് കോച്ചും വന്നിട്ട് മോനെ ഗിന്നു നിനക്ക് എന്തോ പറ്റിയാടാ എന്നിന് അയാൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം ഇവ രണ്ടും കൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് അവളും ജീഹോയുടെ കാര്യമെല്ലാം പറയും ഇവളുടെ ദേഹത്തിൽ ഇരിക്കുന്ന മന്ത്രം ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന്. അപ്പനാണ് ജീഹോയും ഓ ഈ മന്ത്രം എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ പോയ അതിന്റെ പവർ നഷ്ടപ്പെടാൻ വേറെ സമയമൊന്നുമില്ല ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും അത് വേറൊന്നും കൊണ്ടല്ല അവനിപ്പോ എന്നെ വെറുക്കുന്നുണ്ട്. ഇതറിയാൻ സ്ഥിതിക്ക് ഞാൻ വേറെ വഴി നോക്കണമായിരുന്നു. അല്ല ലൈബ്രറിയിൽ വെച്ച് ഞാൻ വീണ്ടും എന്റെ മന്ത്രം യൂസ് ചെയ്ത് അവസാനം ഇത് വർക്കും ആയില്ല. ഇനിയിപ്പോ എനിക്ക് വരാം ഈ മാന്ത്രിക പേപ്പർ നീ അവന്റെ ഒന്ന് അറിയാതെ ഏൽപ്പിക്കാവോ എന്നിന് ജീഹോൻ ആ പണി കൊടുക്കും. അതിനുശേഷം അവന് ഗിന്നുവിനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് ഇവിടെ കോച്ചും ബില്ലൊക്കെ ഞാൻ അടച്ചോളം പറഞ്ഞിട്ട് ഇവന്മാരെ മിണ്ടായിരിക്കാൻ വേണ്ടി പറയും. പക്ഷെ ഗിന്നുവാണെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയും. അപ്പനാണ് ജീഹോയും നമ്മുടെ കോച്ചൊക്കെ ഭയങ്കര റിച്ച് ആളിയാന്ന് പറഞ്ഞ് അവനെ അങ്ങ് സൈലന്റ് ആക്കും. അതിനുശേഷം ബില്ല് അടയ്ക്കുന്ന സമയത്താണ് 40,000 എന്ന് കേട്ട് കോച്ച് അങ്ങ് ഷോക്കായി പോകും. കാരണം അവന്റെ തലയെ പറ്റിയ ഡേഞ്ചർ കാരണം അവന് സ്കാനൊക്കെ ചെയ്ത്. അതുകൊണ്ട് കോച്ചും അത് കേട്ട് ഷോക്കായിരിക്കുമ്പം ജീഹോ നീ അതൊന്ന് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് വരും. അതിനുശേഷം അന്ന് രാത്രി മറ്റേ റോഡ് വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയ ലേഡിയാണ് ഇവളുടെ സ്ഥലത്തേക്ക് വരും. അങ്ങനെ വിളിച്ചോണ്ടിരുന്ന മറ്റേ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസിന്റെ ഓണർ ആയിരിക്കും. അങ്ങനെ കുറെ ദിവസമായിട്ട് ഈ പാവപ്പെട്ടവള് അവളുടെ മോളിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ചുമ്മാ ഭക്ഷണം ഉണ്ടാക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവൾക്കൊല്ലം പ്രേതം പിടിച്ചിട്ടുണ്ടെ മാറ്റിക്കളയാൻ പറയുമ്പം ഇത് കാണുന്ന അവള് മനസ്സിലാക്കും ഇവർക്ക് പ്രേതമൊന്നും പിടിച്ചിട്ടില്ല. ഇവരുടെ ഒരു കൊച്ചു വാവക്കുട്ടി മരിച്ചുപോയതുകൊണ്ട് അവരാ ദുഃഖത്തിൽ ആ വാവയ്ക്ക് ഇഷ്ടപ്പെട്ട പാവക്കുട്ടിയെ തന്നെ ഇവർ സ്വന്തം മകനായിട്ട് വിചാരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പാവക്കുട്ടി ഇപ്പോ ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ചിന്റെ കയ്യില. അങ്ങനെ അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കുന്ന അവളും എങ്കിൽ പിന്നെ ഈ ചാൻസ് യൂസ് ചെയ്ത് തന്നെ അവളുടെ ആ പാവക്കുട്ടി തട്ടിപ്പറിക്കാന്ന് പറഞ്ഞ് ഇവള് തീരുമാനിക്കും. അതുകൊണ്ട് ഇവള് സഹായിക്കാന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നത് ഇവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റവളെ കാണാൻ വേണ്ടിയാ. അപ്പോഴാണ് അവളും ഇവളൊരു ഷാമനാന്നുള്ള കാര്യം അറിഞ്ഞ് മൊത്തം ഷോക്കായിരിക്കും. പക്ഷെ എന്നാൽ അവൾക്കൊരു സംശയമുണ്ട് ഇവളുടെ ആ പാവക്കുട്ടി തട്ടിപ്പറിക്കാൻ വേണ്ടിയാണ് ഇവളിങ്ങനെ ഷാമൻ പോലെയൊക്കെ നാടകം കളിക്കുന്നതെന്ന്. അപ്പോഴാണ് അവളും എടി ഞാൻ പറയുന്ന വിശ്വസിക്ക് നിന്റെ ഇരിക്കുന്ന പാവക്കുട്ടിക്കകത്ത് ഒരു ഗോസ്റ്റ് ഉണ്ട്. നിനക്ക് രാത്രിയിലൊന്നും തലവേദന എടുക്കത്തില്ല. അതിന്റെ കാരണം എന്തെന്നറിയോ ഇതിനകത്ത് ആ പ്രേതം ഉള്ളതുണ്ട്. അതുകൊണ്ട് അതിങ്ങി തന്നേര് എന്നിന് ഇവളും ചോദിച്ചു വാങ്ങിക്കും. അങ്ങനെ ക്ലാസ്സിൽ ഇവൾ ആരോട് സംസാരിക്കത്തുണ്ട് ഈ പാവക്കുട്ടിയേക്കാളുടെ ഫ്രണ്ടായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന സിയോങ്ങിയും ഇനിയിപ്പോ ഇതൊന്നും നീ ഫ്രണ്ടായിട്ട് നോക്കണ്ട ഞാനെന്റെ പുതിയ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവൾ ആശ്വാസപ്പെടുത്തും. അപ്പനാണ് നമുക്ക് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സത്യത്തിൽ ഈ പാവക്കുട്ടി ഇവളുടെ തന്നെയായിരുന്നു. അങ്ങനെ അവളുടെ അമ്മ അതൊരു ദിവസം എടുത്ത് വേസ്റ്റിനകത്ത് ഇട്ട് കാണും. അങ്ങനെ ആ സമയത്താണ് ആ ലേഡി അവളുടെ കൊച്ചിന് വേണ്ടി ആ പാവക്കുട്ടി എടുത്തോണ്ട് പോകുന്നത്. പിന്നീട് ഒരു ദിവസം ഇവൾ ആ പാവക്കുട്ടി ആ ലേഡിയുടെ അടുത്ത് കണ്ട് അവളതറിയാതെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കാണും. അങ്ങനെ അതിന്റെ കൂടെ തന്നെ ആ ലേഡിയുടെ മരിച്ചുപോയ ആ കൊച്ചിന്റെ ആത്മാവുണ്ട്. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ സിയോങ് ആ പാവക്കുട്ടിയായിട്ട് ഇപ്പൊ ഞാൻ നിന്റെ അമ്മയുടെ അടുത്ത് വിളിച്ചോണ്ടോന്ന് അറിഞ്ഞ് അവള് വിഷമിച്ച് അതെടുത്തോണ്ട് വീട്ടിലേക്ക് വന്നോണ്ടിരിക്കും. അതേസമയം ഇവിടെ ആർച്ചറിക്ക് ഇവന്മാരും പ്രാക്ടീസ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുമ്പോഴാണ് ഗിന്നുവിനാണ് ഒരു ഫോൺ കോൾ വരും. അങ്ങനെ അതുകൊണ്ട് ജീഹോ അറിയാതെ അവന് സംസാരിക്കുമ്പോൾ അവൻ എന്തോ ആയിരിക്കും സംസാരിക്കുന്ന പറഞ്ഞ് അവിടെ നിന്ന് ഒളിഞ്ഞു വെക്കും. അപ്പോഴാണ് ഗിന്നുവും ഹിയോന നിന്റെ ആഗ്രഹം അനുസരിച്ച് ഞാനിപ്പോ സന്തോഷമായിട്ടെന്നല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് നീ സമാനപ്പെട്. നീ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സന്തോഷമില്ലാത്തതിനെ ദുഃഖത്തിനെ ഞാൻ ജീവിച്ചോളാം എന്നിന് അവനും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇതേക്കുന്ന ജീഹോയാണ് അടുത്തേക്ക് വന്നിട്ട് എടാ ആരാടാ നിന്നോട് സംസാരിച്ചേ നീ സന്തോഷമായിട്ട് ജീവിച്ച അവർക്കെന്താ പ്രശ്നം ഇങ്ങനത്തെ ആൾക്കാരോട് നീ സംസാരിക്കല്ലേ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവനും ജീഹോ ഞാനിപ്പോ സംസാരിച്ചത് എന്റെ പഴയ സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ടിനോടാ. ഞാൻ കാരണം അവളിപ്പോ ഇങ്ങനെ മാറിയ എന്നിന് അവൻ അതൊക്കെ ആലോചിച്ച് നോക്കും. കാരണം ഇതിനു മുമ്പ് ആ സ്കൂളിൽ തീ പിടിച്ചപ്പോ ഒരു കൊച്ചു ഇവന്റെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ ആ കൊച്ച ഇവനോട് ഫോൺ വിളിച്ച് ഇങ്ങനെയൊക്കെ സംസാരിച്ച്. അതുകൊണ്ട് ഇനി തൊട്ട് ഇവന്റെ അടുത്ത് ഇനി കൂടലെന്ന് പറഞ്ഞ് ജീഹോയും പറഞ്ഞു വിടും. അതിനുശേഷം അവൻ അവിടെ നേരെ സിയോങ്ങയെ കാണാൻ വേണ്ടിയായിരിക്കും വീട്ടിലേക്ക് വരുന്നത്. ഓ എത്ര സമയമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ അവൻ നിന്നെ വെറുക്കുന്നുണ്ട് നിന്റെ മന്ത്രം ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞ്. അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ അവന്റെ മന്ത്രമായിട്ട് മാറിക്കോളാം. നീ ആ മന്ത്രമൊക്കെ എന്റെ ദേഹത്ത് എഴുതിക്കോ ഞാൻ എപ്പോഴും അവന്റെ കൂടെ തന്നെ കാണും. ഏതിന് ഇവൻ അവന്റെ ദേഹത്ത് എഴുതാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. കാരണം അവൻ അത്രയും കഷ്ടപ്പെടാന്ന് പറഞ്ഞിട്ട് അവനെ ടോർച്ചർ ചെയ്യുന്നവരൊക്കെ സന്തോഷിച്ചിട്ട് ജീവിക്കുമ്പം ഇവൻ ഒരിക്കലും ഈ വിഷമങ്ങളോടെ മരിച്ചു പോലെന്ന് അവന് തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് സിയോങ്ങി ആ മന്ത്രമൊക്കെ ഇവന്റെ ദേഹത്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. എന്നിട്ട് അവളും ഇവളാ ലിപ്സ്റ്റിക് അവന്റെ കൊടുത്ത പോലെ ഒരു മുഖമുള്ള എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടം അവന്റെ കൊടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവൻ കൂടെ ഇരുന്ന് ടച്ച് ചെയ്യാത്ത സമയത്തൊക്കെ ഇവൻ കൊടുത്തയക്കുന്ന കളിപ്പാട്ടം ഇവന് ഭാര്യ യൂസ് ആയിക്കോളെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ജീഹോവും ഞാൻ ഏത് കളിപ്പാട്ടമാണ് കൊടുക്കണ്ടേന്ന് അറിഞ്ഞ് അവൻ ഇഷ്ടപ്പെട്ട ഒരു റോബോട്ട് മാത്രം നോക്കാതെ ബാക്കി എല്ലാം തപ്പിക്കൊണ്ടിരിക്കും. പക്ഷെ ആകെ അവന്റെ ആ ഒറ്റൊരു കളിപ്പാട്ടേ കാണത്തുള്ളൂ. അതുകൊണ്ട് അവനെ വിഷമിച്ചിട്ട് എടാ നിനക്ക് മാത്രം എന്തോടെ കണ്ണുമൂക്കൊക്കെ ഉള്ളേ അപ്പൊ ഞാൻ ഇത് തന്നെ കൊടുക്കണോ സോറി മൈ ഡിയർ റോബോട്ട് എന്നിന് അവന് തകർന്നുപോയി. അടുത്ത ദിവസം ഇതെടുത്തോണ്ട് ഗിന്നുവിന്റെ ചെന്ന് കൊടുക്കും. അളിയാ ഇനി സുരക്ഷയായിട്ട് നോക്കിക്കോണം ഇതല്ലെങ്കിൽ ഞാനില്ല എന്നിന് അവനും പെട്ടെന്ന് ഹഗ്ഗൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഗിന്നു
ഗിന്നും ഇതെന്തിനാണ് നീ എന്റെ തരുന്നത്, എന്നിട്ട് അവൻ തിരിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ മര്യാദയ്ക്ക് നിന്റെ കൈ തന്നെ വെച്ചാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പനാണ് ഇതൊക്കെ കണ്ട് ഗിന്നിന് ചെയ്തിരുന്നത്. അതേസമയം ഇവിടെ അവളും ആ പ്രേതത്തിന് അതിന്റെ അമ്മയുടെ തന്നെ കൊടുത്തയക്കാന്ന് പറഞ്ഞിട്ട് ഇവൾ ആ ലേഡി അന്വേഷിക്കും. അങ്ങനെ ഇവൾ ആ ലേഡി ഇപ്പൊ എവിടെ ഉള്ളെന്നറിയാതെ കുറെ സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഗിന്നും അവന്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കും. അപ്പനാണ് അവന് മറ്റേ സിയോങ് തന്ന ലിപ്സ്റ്റിക് കണ്ടിട്ട് അവളോടുള്ള ദേഷ്യത്തി അത് വേസ്റ്റിനകത്ത് അങ്ങിടും. അങ്ങനെ അത് അവൻ എടുത്ത് പുറത്തേക്ക് ഇടാൻ വേണ്ടി വരുമ്പോഴാണ് കറക്റ്റ് അതേസമയം ആ ലേഡി അന്വേഷിച്ച് സിയോങ് അവിടേക്കായിരിക്കും വരുന്നത്. കാരണം ഇവന്റെ വീടിന്റെ അടുത്താണ് ആ ലേഡി ഇപ്പോൾ ഉള്ളത്. അപ്പോഴാണ് ആ ലേഡി അവിടെ നിന്ന് കരയുന്നുണ്ട്. ഗിന്നു ഒന്നും സംസാരിക്കാതെ അവൻ അടുത്തേക്ക് ചെന്ന് അവർക്ക് കൂട്ടിന് നിൽക്കും. ഇത് കാണുന്ന സിയോങ്ങയും ഇവൻ ചെയ്യുന്നതിനെ കണ്ട് അവളും കുറച്ച് ഇമോഷണൽ ആയിരിക്കും. കാരണം ഇവൻ മുമ്പ് പറഞ്ഞാണ് അവന് സമാനപ്പെടുത്താൻ അറിയത്തില്ലെങ്കിലും അവരുടെ കൂടെ തന്നെ കാണുമെന്ന്. അങ്ങനെ ആ ലേഡിയും ഇവൻ കുറെ സമയമായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവരെ കരച്ചിൽ നിർത്തുമ്പോഴാണ് ഇവനെ കരച്ചിൽ നിർത്തിയെങ്കിൽ നിങ്ങളിങ്ങനെ അഴുക്ക് സാധനത്തൊന്നും തൊടലെന്ന് പറഞ്ഞ് അതൊക്കെ ചീച്ചയാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. അവരാണ് ഇത് കേട്ട് അവളാണ് അവിടെ ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവൻ വീട്ടിൽ കയറി പോയതിനു ശേഷം ഇവൾ അവിടേക്ക് വന്നിട്ട് നിങ്ങളുടെ വാവ എന്തെന്ന് പറഞ്ഞ് അവൾ പെടുന്ന അവരെ ഡൈവേർട്ട് ചെയ്ത് ആ പാവക്കുട്ടി അവിടേക്ക് അങ്ങ് ഇടും. അപ്പോഴാണ് ഈ ലേഡി അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പം ആ പാവക്കുട്ടിയെ കണ്ടിട്ട് ഓ എന്റെ വാവ തിരിച്ചു വന്ന്, മോനെ നീ എവിടായിരുന്നു, അമ്മ നിനക്ക് വേണ്ടി എത്ര ദിവസം കാത്തിരുന്നറിയാവോ, എന്നിനെ സ്വന്തം മോനാന്ന് വിചാരിച്ച് ആ പാവക്കുട്ടിയോട് ഇമോഷണലായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന അവൾക്കാണ് അവരുടെ മരിച്ചോയ മോനെ തന്നെ സ്നേഹം കാണിക്കുന്ന പോലെ ഇവൾക്ക് ഫീൽ ആകും. കാരണം ആത്മാവ് ഇപ്പൊ ആ പാവക്കുട്ടിക്കകത്തുള്ള. അതിനുശേഷം ഇവളും അവരവിടെ സന്തോഷിച്ച് പോകുന്നുണ്ട്. അവിടെ നിന്ന് സന്തോഷിച്ച് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ ആ പാവക്കുട്ടി ഇവൾക്ക് ബായ് പറഞ്ഞ് അതിന്റെ അമ്മയുടെ കൂടെ അവിടെ നിന്ന് പോകുമ്പോഴാണ് അതിനുശേഷം ഇവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം അവിടുത്തെ വേസ്റ്റിനകത്ത് ഇവൾ ഗിന്നുവിന് എന്ന ലിപ്സ്റ്റിക് ഉള്ള കാണും. അങ്ങനെ അതുകൊണ്ട് അവൾ വിഷമിച്ച് ഞാൻ അവന് റിയൽ ഫ്രണ്ട് ആയിട്ട് തോന്നിയില്ലെങ്കിലും ഈ സാധനം അവൻ കളഞ്ഞപ്പോ എന്തിനാ എനിക്ക് ഇത്രയും വിഷമായിരുന്നെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതേസമയം പുറത്ത് നല്ല മഴയായതുകൊണ്ട് ഇവള് കരയുന്നുണ്ട്. പെട്ടെന്ന് ഗിന്നു അവിടേക്ക് കൊടയായിട്ട് വന്ന് നിൽക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.